കാറിടിച്ച് ചക്രം കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്. ഇതാണ് സ്ഥലം. കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മച്ചാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. സൈക്കിള് ചാട്, വേഗം ചാടറേ. ചാട്. നീയൊക്കെ പോലീസാ. അയ്യോ, നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. എന്താണ് ഡോക്ടറെ വിളിക്കുന്നു? അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കും. എത്ര നാളും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആഴ്ച മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ ആ രണ്ടും തന്നെ. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നും തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാനൊക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുപടി കൊടുക്കൂലേ? അതൊരു ചന്തം ഉണ്ടാവില്ലേ? അല്ല, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവിയല്ല, ഉപ്പയില്ല. இந்த சோத்துல ஒரே கல்லா இருக்கு. அரிசியில இருந்து கல் எடுக்க கண்ணு சரியா தெரியலடா. ஏன் பாட்டி, இந்த வீட்டுல உன் கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கும் யாராவது ஒரு ஆள் வைக்க கூடாதா? இந்த காலத்துல நல்ல வேலைக்காரியே கிடைக்காதடா. வேலைக்காரி இல்லாம வேற யாராவது இருந்தா? அப்படி யாரு வருவான்? அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா? என்னடா சொன்ன? கொன்னு போட்டுடுவேன். பிரம்மச்சாரியா கோயில பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா? சண்டாளா பாவி. இந்த வீட்டுல யாருமே இல்லாதனால இது வீடா? ஒரு 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 சத்தமே இல்ல. அப்படின்னா அந்த மிருதங்கத்தை எடுத்து காலையில மாலையில 2 வேளை வாசி, சத்தம் வரும். ஆனா மனசுக்கு சந்தோஷம் வந்தா தானே இந்த கையில தாளம் வரும். உனக்கு இங்க சந்தோஷம் கிடையாதா? இருக்கு, பெருத்து இருக்கு. என்னை விட்டு ஜாஸ்தி பேச வைக்காத. உனக்கு எப்படா சந்தோஷம் வரும்? வரும்போது அந்த மிருதங்கத்தை எடுத்து வாசிச்சு உன்னை புரிய வைக்கிறேன். கல்யாணம் பண்ணாம நான் சத்து போனா அதோட இந்த குடும்ப வம்சமே முடியறது. அப்புறம் இந்த வீடு பாக்குறதுக்கும் ஆள் இருக்காது, பூஜை செய்யறதுக்கும் ஆள் இருக்காது. அது மட்டும் நீ ஞாபகம் வச்சுக்கோ. ஆமா. ഇതാ ശങ്കര, കൊണ്ടുപോയിക്കോളൂ. ഇതേ ഉള്ള ഒരു പോതരവില്ലല്ലേ? ഓട്ട ഉണ്ടാന്ത. ശങ്കര, ശങ്കര, വേഗം വയ്ക്കോളൂ. എന്താ ഇത്? ആ, എന്താ പറ്റേ താമസിച്ചത്? താമസിച്ചു. പറ്റേ പാട്ടേ. അല്ല, ഞമ്മള് മുതലാളി അങ്ങോട്ട് പോയി. പുള്ളി പ്രസിൽ നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്കുക. ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ? മൂപ്പര പ്രസ് പോക്കേ ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ. എനിക്കും സംശയമില്ലാതില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വന്നേ വന്നേ. അല്ല, കഞ്ഞി എടുക്കണോ? കഞ്ഞി ഇവിടെ വെക്കാം. പോയിട്ട് വരെ. ആ, നിക്ക് നിക്ക് നിക്ക്. അല്ല, ഊണ് കഴിച്ചോ? വേണ്ട. ഇരുന്നോളൂ, ഞാൻ വിളമ്പി തരാം. ഇരിക്കുന്നേ, ഇപ്പൊ വരാം.
என்னடா சுப்பு உனக்கு சந்தோஷம் வந்தாச்சா? വന്നാച്ച്. രോഹിണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രോഹിണിക്ക് എങ്ങനെയുള്ളവരാ ഇഷ്ടം? എങ്ങനെയുള്ളവരാന്ന് വെച്ചാ? ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം? എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടാ. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല. ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണ. അപ്പോ അപ്പോ എന്നെ ഇഷ്ടാവോ? ഇല്ല, വിരോധം. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? എന്തേ ആലോചിക്കണേ? ഒന്നുമില്ല. ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ? പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഇതാണോ വീട്? അല്ല, ആയിട്ടില്ല. നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കുക പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പട്ടളവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. உனக்கு பைத்தியம் பிடிச்சிருக்கா? என்ன மானம் கெடுத்துறதுக்காக மண்டைக்காட்ட கோயில கொடி போட்ட மாதிரி எடுத்து டெக்கரேட் பண்ணிருக்கேன். என்ன பண்ண போற? இன்னையில இருந்து நான் ஜெட்டி போடும். என்ன? இன்னையில இருந்து ஜெட்டி தான் நான் போடுவேன். ஐயோ ராமராமா. എന്ത് വേണം സാർ? എന്താ വേണ്ടേ? ജെട്ടി വേണം. ഈ സാറിന്റെ സൈസിന് വേണ്ടി ജെട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറേ? അത് വേണമല്ലേ? അതിപ്പോ സാറേ, സൈസ് എത്രയാന്ന് പറഞ്ഞില്ല. തേങ്ങ